ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാഖ്യയോഗയിലെ 15 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 16ാമത്തെ ശ്ലോകം. ന അസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃശേടാ അന്തസ്ത്വനയോ തത്വദർശിഭി. ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് നോക്കാം. ന അസത്തോ, അതായത് ഇല്ലാത്തതിന്, വിദ്യതേ സംഭവിക്കുന്നില്ല, ഭാവോ ഉണ്ടായിരിക്കൽ, ന ഇല്ല, അഭാവോ ഇല്ലാത്തത്, വിദ്യതേ സംഭവിക്കുന്നില്ല, സതഃ സത്യമായ, ഉഭയോ രണ്ടിലും കൂടെ, അപ അതുകൂടാതെ, ദൃഷ്ടോ കണ്ടിട്ട്, അന്ത അന്തിമമായ സത്യം, ത്വതു തീർച്ചയായും, അനയോ ഇപ്രകാരം, തത്വദർശിഭിഹി സത്യാന്വേഷികൾ. ശ്ലോകാർത്ഥം നോക്കാം. ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല, ഉള്ളത് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവ രണ്ടിൻ്റെയും സത്യാവസ്ഥ സത്യാന്വേഷികൾ ദർശിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? അതായത് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ അർജുനൻ തളർന്നിരിക്കുകയാണ്. അതിന് അർജുനൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ജനങ്ങളാണ്, എൻ്റെ ജനങ്ങളാണ് എന്നോട് യുദ്ധം ചെയ്യാനായി വന്നിരിക്കുന്നത്. യുദ്ധമാണ്, രണ്ടു പക്ഷത്തുള്ളതും എൻ്റെ ജനങ്ങളാണ്. യുദ്ധത്തിൽ നാശമുണ്ടാകും, ഇരുപക്ഷവും നശിക്കും, അത് രണ്ടും എനിക്ക് ദുഃഖം തന്നെയാണ്. അങ്ങനെ സ്വന്തം ബന്ധുക്കളെയും ഗുരുജനങ്ങളെയുമൊക്കെ വധിച്ചിട്ട് അവർക്ക് നാശം സംഭവിപ്പിച്ചിട്ട് കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തു പ്രയോജനം? അതിലും ഭേദം വനവാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ തളർന്നിരിക്കുന്നത്. ആ സമയത്താണ് ഭഗവാൻ പറയുന്നത് ആത്മാവിനെ പറ്റിയും ശരീരത്തെ പറ്റിയും. അതായത് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ, 1 വയസ്സായിരുന്നപ്പോഴും ഞാൻ തന്നെയായിരുന്നു. എൻ്റെ ശരീരമാണ് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. എനിക്ക് ബാല്യമുണ്ടാകുന്നു, കൗമാരമുണ്ടാകുന്നു, യൗവനമുണ്ടാകുന്നു, വാർദ്ധക്യമുണ്ടാകുന്നു. അതൊക്കെ എൻ്റെ ശരീരത്തിന് മാത്രം സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നു, അതിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും യുദ്ധമുണ്ടായാലും ഇല്ലെങ്കിലും നിന്റെ ബന്ധുജനങ്ങളെല്ലാം ഒരു ദിവസം ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന ഈ ശരീരം വിട്ട് പോവുക തന്നെ ചെയ്യും. അവരിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് അതൊരിക്കലും നശിക്കുന്നില്ല. ശരീരത്തിനു മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശ്ലോകം വീണ്ടും ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ പരമമായ സത്യം സത്യാന്വേഷികൾ ദർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് മണ്ണിൽ നിന്നും കുടം, കലം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം മണ്ണിൽ നിന്നും ഉണ്ടായ ചില സാധനങ്ങളാണ്. ഒരു കലം കാണുമ്പോൾ ഇതൊരു കലമാണ് എന്നാണ് നമ്മൾ ഓർക്കുന്നത്. അതല്ലാതെ ഇത് മണ്ണാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അതെന്താണ്? മണ്ണിൽ നിന്നുണ്ടായ ഒരു വസ്തുവാണ്. ആ മണ്ണിൽ നിന്നും ഉണ്ടായ പല പല വസ്തുക്കളുണ്ട്. കലവും കുടവും അല്ലെങ്കിൽ ചട്ടിയുമൊക്കെ.
പക്ഷേ അത് ഓരോന്നും കാണുമ്പോൾ ഇത് കലമാണ്, ഇത് കുടമാണ്, ഇത് ചട്ടിയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ ചേരുവയിൽ നിന്നും, അതായത് മണ്ണിൽ നിന്നുമാണ് ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാഴ്ചകൾ മാറി മാറി വരാം, അതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. പാത്രരൂപങ്ങൾ എത്ര മാറിയാലും മണ്ണ് മണ്ണായി തന്നെ ഇരിക്കുന്നത് പോലെ ശരീരം എത്ര തന്നെ മാറിയാലും ആത്മാവ് ഒന്നു തന്നെയാണ് എന്ന് സത്യാന്വേഷികൾ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത് നശിക്കേണ്ട സാധനമാണ് ശരീരം, അത് തീർച്ചയായിട്ടും നശിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ, യുദ്ധത്തിലല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ആ ശരീരത്തിന് നാശം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ സ്ഥിരമായിട്ടുള്ളത് അതാണ് ആത്മാവ്. ആ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അതായത് ഇല്ലാത്തതൊന്നും ഉണ്ടാകുമെന്ന് ചിന്തിക്കണ്ട, ഉള്ളതൊന്നും നശിക്കുമെന്നും ചിന്തിക്കണ്ട. ഇല്ലാത്തതൊരിക്കലും ഉണ്ടായിരിക്കുകയില്ല, ഉള്ളതെന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അതായത് ആത്മാവെന്നും ഉണ്ടായിരിക്കും. നശിക്കുന്ന ശരീരം ഒരിക്കലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് യാതൊരു വിഷമവും കൂടാതെ തൻ്റെ കർമ്മം ചെയ്യുക എന്നാണ് വീണ്ടും വീണ്ടും ഭഗവാൻ ഇവിടെ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. 15-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത് ഭഗവാൻ? ഹേ പുരുഷശ്രേഷ്ഠ, ആരാണോ സുഖവും ദുഃഖവും ഒരേ കണക്കിനു ഗണിക്കുന്നത് അവനാണ് മോക്ഷത്തിന് അനുയോജ്യനായി തീരുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇല്ലാത്തതൊരിക്കലും ഉണ്ടായിരിക്കുകയില്ല, ഉള്ളത് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവ രണ്ടിൻ്റെയും അവസ്ഥ എന്താണെന്ന് സത്യാന്വേഷികൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായി തൻ്റെ കർമ്മം ചെയ്യുക എന്നാണ് വീണ്ടും ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇന്നത്തെ ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതായത് കർമ്മത്തിനാണ് പ്രാധാന്യം. ഇന്ന് എന്താണ് നടക്കുന്നത്? തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, സ്വജനങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നു, അതല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണിക്കുന്നു. അതാണ് ഇന്ന് നമ്മുടെ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. തൻ്റെ ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ വഴിവിട്ട സഹായങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അതുമൂലം നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും ഉണ്ടാകുന്നു എന്ന് ദിവസവും ദിവസവും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് എൻ്റെ ജനങ്ങൾ എന്ന് കരുതാതെ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ, തന്നോട് പറഞ്ഞിരിക്കുന്ന കർമ്മം എന്താണോ, ഒരു ക്ഷത്രിയൻ്റെ കർമ്മം എന്താണോ, ആ കർമ്മം അനുഷ്ഠിക്കുക. ഇവിടെ ക്ഷത്രിയനായ അർജുനൻ്റെ കടമ എന്താണ്? യുദ്ധം ചെയ്യുക. അത് മാത്രമാണ്, മറ്റൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടതില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദ്രോണാചാര്യർ, ഈ ആചാര്യൻ, അദ്ദേഹത്തിൽ കുടികൊണ്ടിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ ജനം, തൻ്റെ ഗുരുനാഥൻ, ഇങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. തന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർമ്മം എന്താണോ, ഇപ്പോൾ നിന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണോ, ക്ഷത്രിയനായ നിന്റെ കർമ്മം എന്താണോ അത് നീ ചെയ്യുക. അതാണ് ഭഗവാൻ ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത്. എല്ലാവർക്കും ഈ 16-ാമത്തെ ശ്ലോകം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നലെ നമ്മൾ തിരുപ്പതിയിലേക്ക് ഞാൻ പോയ ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും അത് കാണണം, എന്നിട്ട് അഭിപ്രായം പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.